ഹലോ എവരിവൺ, വെൽക്കം ടു എക്കണോമെട്രിക്സ് ലെക്ചർ സീരീസ്. നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ എന്താണ് എക്കണോമെട്രിക്സ് എന്നും എക്കണോമെട്രിക്സ് മെത്തഡോളജിയെ പറ്റിയും ടൈപ്സ് ഓഫ് എക്കണോമെട്രിക്സിനെ പറ്റിയും ഡിസ്കസ് ചെയ്തു. ഇന്ന് നമ്മൾ റിഗ്രഷൻ അനാലിസിസിനെ പറ്റിയാണ് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. സോ വാട്ട് ഈസ് റിഗ്രഷൻ? ഈ റിഗ്രഷൻ എന്ന് പറയുന്ന ടേം കോയിൻ ചെയ്തത്, അത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഫ്രാൻസിസ് ഗാൾട്ടൺ എന്ന് പറയുന്ന ഒരു സ്റ്റാറ്റിസ്റ്റീഷ്യനാണ്. അപ്പൊ ഗാൾട്ടൺ അദ്ദേഹത്തിന്റെ ഒരു ഫേമസ് പേപ്പർ ഉണ്ട്, യൂണിവേഴ്സൽ ലോ ഓഫ് റിഗ്രഷൻ. അതിൻ്റെ അകത്ത് അദ്ദേഹം ഒബ്സർവ് ചെയ്തൊരു കാര്യം എന്ന് വെച്ചാൽ, ഈ ഉയരം കൂടിയ മാതാപിതാക്കൾക്ക് ഉയരം കൂടിയ മക്കൾ ഉണ്ടാകാനായിട്ടുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. അതുപോലെ തന്നെ ഉയരം കുറഞ്ഞ മാതാപിതാക്കൾക്ക് ഉയരം കുറഞ്ഞ മക്കൾ ഉണ്ടാകാനായിട്ടുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. എന്നിരുന്നാലും അദ്ദേഹം പറയുന്നത്, ഈ മക്കളുടെ ആവറേജ് ഹൈറ്റ് എടുത്ത് നോക്കിയാൽ അത് ഈ പോപ്പുലേഷന്റെ ആവറേജ് ഹൈറ്റിനോട് ഏകദേശം ചേർന്ന് നിൽക്കുന്നതായിരിക്കും, റിഗ്രസ് ചെയ്യുന്നതായിരിക്കും. അതായത് മാതാപിതാക്കളുടെ ഹൈറ്റ് തന്നിരിക്കെ ഈ മക്കളുടെ ഹൈറ്റ് എന്ന് പറയുന്നത് ഈ പോപ്പുലേഷൻ ഹൈറ്റുമായിട്ട് ഏകദേശം ചേർന്ന് നിൽക്കുന്നതായിരിക്കുമെന്നാണ് അദ്ദേഹത്തിന്റെ ഒരു കണ്ടെത്തൽ. ഇത് പിന്നീട് അദ്ദേഹത്തിന്റെ സുഹൃത്തിന്റെ പേര് കാൾ പിയേഴ്സൺ എന്നാണ്. ഈ ലോ കൺഫേം ചെയ്തു. അദ്ദേഹം ഡാറ്റാ സെറ്റ് എടുത്ത് ഇത് ഈ പറയുന്ന റിഗ്രഷൻ ഇങ്ങനെ ഒരു സംഭവമുണ്ട്, ഇവര് ഈ ഹൈറ്റ്, ഈ മക്കളുടെ ഹൈറ്റ് പോപ്പുലേഷൻ ഹൈറ്റുമായിട്ട് ചേർന്ന് റിഗ്രസ് ആവുന്നു എന്ന ഉള്ളൊരു കണ്ടെത്തൽ നടത്തി. അപ്പം അതാണ് ഈ റിഗ്രഷന്റെ ഒരു തുടക്കം, ഒരു ഒറിജിൻ എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുന്നത്. ഇനി റിഗ്രഷന്റെ ഡെഫിനേഷനെ പറ്റി ഫോർമലായിട്ട് വന്നാൽ, എന്താണ് റിഗ്രഷൻ? Regression analysis is concerned with the study of dependence of one variable, the dependent variable, on one or more variable, the explanatory variables, with a view of estimating or predicting the mean value of the former in terms of known or fixed value of the latter. അതായത് റിഗ്രഷൻ അനാലിസിസ് എന്ന് പറയുന്നത് ഒരു സ്റ്റഡിയാണ്. എന്താണ് ആ സ്റ്റഡിയുടെ ആധാരം? അത് നമ്മൾ ഒരു വേരിയബിൾസിന്റെ ഡിപ്പെൻഡൻസ് ചെക്ക് ചെയ്യുകയാണ്. അവിടെ നമ്മൾ ഒരു നമ്മുടെ ഡിപ്പെൻഡന്റ് വേരിയബിളിന്റെ മീൻ വാല്യൂ അല്ലെങ്കിൽ ആവറേജ് വാല്യൂ കണ്ടെത്തുന്നു. എങ്ങനെ കണ്ടെത്തുന്നു? ബൈ ഫിക്സിങ് ദ വാല്യൂ ഓഫ് ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആസ് ഫിക്സ്ഡ്. നമ്മൾ ഇൻഡിപെൻഡന്റ് വേരിയബിളിന്റെ വാല്യൂ ഫിക്സ് ചെയ്തുകൊണ്ട് ഡിപെൻഡന്റ് വേരിയബിളിന്റെ മീൻ വാല്യൂ അല്ലെങ്കിൽ ആവറേജ് വാല്യൂ കണ്ടെത്തുന്ന ആ ഒരു പ്രക്രിയയുടെ പേരാണ് നമ്മൾ റിഗ്രഷൻ അനാലിസിസ് എന്ന് പറയുന്നത്. സോ റിഗ്രഷൻ അനാലിസിസിന്റെ ഡെഫിനേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. റിഗ്രഷൻ അനാലിസിസ് എന്ന് പറയുന്നത് നമ്മുടെ ഡിപെൻഡന്റ് വേരിയബിളിന്റെ മീൻ വാല്യൂ കണ്ടുപിടിക്കുന്ന ഒരു ഒരു പ്രക്രിയയാണ്. എങ്ങനെ കണ്ടുപിടിക്കുന്നു എന്ന് ചോദിച്ചാൽ, ബൈ ഫിക്സിങ് ദ വാല്യൂ ഓഫ് എക്സ് ഓവർ റിപ്പീറ്റഡ് സാമ്പിൾ. നമ്മുടെ എക്സ്പ്ലനേറ്ററി വേരിയബിൾസിന്റെ വാല്യൂ ഫിക്സ് ചെയ്യുന്നു. അത് നമ്മൾ ഫിക്സ് ചെയ്തുകൊണ്ട് പറയുന്ന ഡിപെൻഡന്റ് വേരിയബിളിന്റെ ആവറേജ് വാല്യൂ കണ്ടുപിടിക്കും. അതാണ് നമ്മൾ റിഗ്രഷനിൽ ചെയ്യുന്നത്. ഇത് നമ്മുടെ ഗാൾട്ടന്റെ ലോ, നേരത്തെ പറഞ്ഞ ആ ലോയുടെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണ്. അപ്പം ആ ഒരു വട്ടത്തിൽ കൊടുത്തിരിക്കുന്ന സാധനമാണ് നമ്മുടെ മീൻ ഹൈറ്റ് എന്ന് പറയുന്നത്. അത് ചേർത്ത് വരയ്ക്കുന്ന ഒരു ലൈനാണ് അത്. നമുക്ക് ആ ഗ്രാഫിൽ നിന്ന് ക്ലിയർ ആവുന്നുണ്ട്, ഈ ഫാദേഴ്സിന്റെ ഹൈറ്റ് കൂടുന്തോറും മക്കളുടെ ഹൈറ്റും കൂടുന്നുണ്ട്. ഒരു സ്ട്രെയിറ്റ് ലൈൻ കാണിക്കുന്ന ആ ഒരു ജോയിൻ ചെയ്തേക്കുന്ന ലൈൻ കാണിക്കുന്നത് അതൊരു റിഗ്രഷൻ ലൈൻ എന്നാണ് അതിനെ പറയുന്നത്. സോ ജസ്റ്റ് അതിന്റെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ കാണിച്ചതേ ഉള്ളൂ. അടുത്തത് രണ്ട് കൺസെപ്റ്റുകളാണ്, റിഗ്രഷൻ ആൻഡ് കോസേഷൻ. ഇത് പലപ്പോഴും തമ്മിൽ കൺഫ്യൂഷൻ വരുന്ന രണ്ട് ഏരിയ ആണ്. ഈ റിഗ്രഷനും കോസേഷനും ഒന്നാണോ, അല്ലെങ്കിൽ റിഗ്രഷനും കോസേഷനും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ആക്ച്വലി റിഗ്രഷൻ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഓൾറെഡി ഉണ്ടോ റിഗ്രഷന്റെ ഡെഫിനേഷൻ. ഇനി കോസേഷൻ എന്ന് പറയുന്നത് ഈ റിഗ്രഷൻ കഴിഞ്ഞ് അതിനപ്പുറത്തോട് ഉള്ളൊരു സ്റ്റെപ്പാണ്. അതായത് രണ്ട് വേരിയബിൾസ് തമ്മിൽ ഒരു കോറിലേഷൻ ഉണ്ടാകാനായിട്ട് അവ തമ്മിൽ ഒരു റിലേഷൻഷിപ്പ് ഡെവലപ്പ് ചെയ്താൽ മതി. അത് പോസിറ്റീവോ നെഗറ്റീവോ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് അത് ഡെവലപ്പ് ചെയ്താൽ നമുക്കത് അതിനെപ്പറ്റി പറയാനായിട്ട് പറ്റും. ഇപ്പൊ റിഗ്രഷനിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും, ഒരു വേരിയബിൾ ചേഞ്ച് ആവുന്നതിനനുസരിച്ച് അടുത്ത വേരിയബിളിൽ ഉണ്ടാകുന്ന ചേഞ്ച് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. പക്ഷെ ഈ കോസേഷൻ എന്ന് പറയുന്നത് എക്സാക്ട്ലി വെദർ നമ്മൾ ഈ ഒരു വേരിയബിൾ മാറുന്നത് കൊണ്ടാണോ മറ്റേ വേരിയബിൾ തത്തുല്യമായി മാറുന്നത് എന്നുള്ളതാണ് കോസേഷനിൽ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്. അതായത് വെദർ എക്സ് കോസസ് വൈ, എക്സിൽ ഉണ്ടാകുന്ന മൂവ്മെന്റ് ആണോ വൈയെ മൂവ് ചെയ്യിക്കുന്നത് എന്നാണ് കോസേഷന്റെ അകത്തെ നമ്മുടെ ചോദ്യം. അതേസമയം എക്സും വൈയും തമ്മിൽ, ഇപ്പൊ എക്സും വൈയും തമ്മിൽ ഒരു പോസിറ്റീവ് റിലേഷൻ കാണിച്ചു, എക്സ് കൂടി വൈയും കൂടി, പക്ഷെ എക്സിനെ കൂട്ടിയത് വൈ അല്ല. എന്നാൽ അങ്ങനെയാണ് കേസെങ്കിൽ അവിടെ ഒരു കോറിലേഷൻ ഉണ്ട്, പക്ഷെ ഒരു കോസേഷൻ ഇല്ല. കോസേഷൻ ഉണ്ടാവണമെങ്കിൽ എക്സ് തന്നെ വൈയെ കൂട്ടണം, എക്സ് മൂലം വൈ കൂടണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് അവിടെ ഒരു കോസേഷൻ പറയാൻ പറ്റും, അല്ലെങ്കിൽ അതൊരു കോസേഷൻ ആവത്തില്ല. അപ്പൊ ഇതാണ് അതിന്റെ ഒരു ഒരു ഡിസ്റ്റിങ്ഷൻ. എ സ്റ്റാറ്റിക്കൽ റിലേഷൻഷിപ്പ്
ഇൻ ഇറ്റ് സെൽഫ് കനോട്ട് ബി ലോജിക്കലി ഇംപ്ലൈ കോസേഷൻ. നമുക്ക് ചിലപ്പോൾ സ്റ്റാറ്റിക്കൽ റിലേഷൻഷിപ്പ് ഈ പറയുന്ന പോലെ അതൊരു അവ തമ്മിൽ റിലേഷൻഷിപ്പ് ഉണ്ട്, അല്ലെ അവ തമ്മിൽ ഇതുണ്ട് എന്ന് പറയും. പക്ഷെ ലോജിക്കലി സെൻസ് ആവത്തില്ല. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മള് കേരളത്തിൽ ഐസ്ക്രീം കഴിക്കുന്നവരുടെ ഡാറ്റ എടുക്കുക, അതുപോലെ കേരളത്തിൽ സൂയിസൈഡ് ചെയ്യുന്നവരുടെ ഡാറ്റ എടുക്കുക. അപ്പം നമ്മൾ ഒരുപക്ഷെ എടുത്തു നോക്കുമ്പോൾ ഈ ഐസ്ക്രീം കഴിക്കുന്നവരുടെ ഡാറ്റയും സൂയിസൈഡ് ചെയ്യുന്നവരുടെ ഡാറ്റയും എടുത്ത് നമ്മൾ അനാലിസ് ചെയ്ത് നോക്കുമ്പോൾ ഒരു പോസിറ്റീവ് കോറിലേഷൻ ചിലപ്പോൾ കണ്ടെന്നിരിക്കാം. ഉം. അപ്പം അതിന്റെ അർത്ഥം ആൾക്കാർ ഐസ്ക്രീം കഴിച്ചതുകൊണ്ട് മരിക്കുന്നു എന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ അവ തമ്മിൽ ഒരു റിലേഷൻ ഉണ്ട്, പക്ഷെ അത് ഒരു സ്പ്യൂരിയസ് ആണ്. അതാണ്, ഒരു കോസേഷൻ ഇല്ല അവിടെ. അല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഹോസ്പിറ്റലിൽ പോകുന്ന ആൾക്കാരുടെ ഡാറ്റ എടുക്കുന്നു, അതുപോലെ മരണപ്പെടുന്നവരുടെ ഡാറ്റ എടുക്കുന്നു. സോ ദർ മേ ബി ചാൻസ് ദാറ്റ് ദർ ഈസ് എ പോസിറ്റീവ് കോറിലേഷൻ എമംഗ് ദ വേരിയബിൾസ്. ബട്ട് ആ പോസിറ്റീവ് കോറിലേഷൻ കോസേഷൻ ആകണമെന്നില്ല. അപ്പൊ അതാണ് അവയുടെ ആ ഒരു വ്യത്യാസം. അപ്പം അത് നല്ലതുപോലെ മനസ്സിലാക്കേണ്ട ഒരു കൺസെപ്റ്റ് ആണ്. സോ ഇന്നത്തെ ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ താങ്ക് യു.